Yes, Adil, Anushandi, good afternoon. Nasira, good afternoon. Lakshmi Mohan, Shabina, Nida, good afternoon. Yes, let us start. Okay, Shabina, let us start. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ആ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് വേറെ ആളോട് ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാന്ന് പറയുന്നത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? യെസ്, ഷാബിന, ഡു യു റിമെമ്പർ? യെസ്. അപ്പോ ഷാബിന തന്നെ ആദ്യം ചോദിക്കാം. ആരോട് ചോദിക്കണമെന്ന് നമ്മൾ ഷാബിനക്ക് തീരുമാനിക്കാം. ഷാബിന പറയുന്ന ആളെ വിളിക്കാം. ചോദിച്ചല്ലേ ക്വസ്റ്റ്യനൊക്കെ? എന്തോ ചോദിച്ചതല്ലേ ക്വസ്റ്റ്യനൊക്കെ? അല്ല, അന്ന് ചോദിച്ചപ്പോ ഭംഗിയായില്ലല്ലോ, വീണ്ടും ചോദിക്കാതെ പറഞ്ഞതല്ലേ? അന്ന് പെട്ടെന്ന് ചോദിച്ചു, ഇത് റെഡി ആക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ചോദ്യങ്ങളില്ല കയ്യില്? യെസ്, ചോദ്യങ്ങളില്ല എങ്കിൽ നമുക്കൊരു ട്രാൻസ്ലേഷൻ നോക്കാം. എന്റെ അടുത്ത് ചോദ്യങ്ങളിലേക്ക് വെച്ചോ. യെസ്, നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്തില്ലേ ഷാബിന? നോക്കിയില്ല, ഒരെണ്ണം നമ്മൾ ചെയ്തില്ലേ? അല്ലേ? കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ പങ്കെടുത്തു, അതല്ലേ നമ്മൾ ചെയ്തത്? അതെ. യെസ്. മൂന്നാമത് നോക്കാം. എന്റെ മകളെ നീ എന്താണ് പറയുന്നത്? നീ എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മനസ്സിലാക്കാത്തത്? ഞങ്ങൾ പ്രണയത്തിന് എതിരല്ല. പക്ഷേ നിന്റെ സെലക്ഷൻ തെറ്റിപ്പോയി.
പക്ഷെ നിന്റെ സെലക്ഷൻ തെറ്റിപ്പോയി. നീയും നിന്റെ കാമുകനും തമ്മിലുള്ള പ്രായവ്യത്യാസം നീ പരിഗണിച്ചില്ല. നിന്റെ കാമുകന് ഒരു സ്ഥിരം ജോലിയുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. വിവാഹം ജീവിത അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. അതുകൊണ്ട് വിവേകപൂർവം നമ്മുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കണം. അല്ലാത്ത പക്ഷം നിന്റെ ജീവിതം നാശത്തിലേക്ക് പോകും. വരുമാനമില്ലാതെ നിനക്കെങ്ങനെ ജീവിക്കാൻ കഴിയും? അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ ആരും സഹായിക്കില്ല. നിന്റെ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല.
യെസ്. അതുകൊണ്ട് നീ അച്ഛനെ അനുസരിക്കണം. നീ ഞങ്ങളുടെ ഒരേ ഒരു മകളാണ്. അത് മറക്കരുത്. യെസ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യങ്ങളും കുറച്ചുകൂടി 2-3 സെൻസുകൾ കൂടുതലുണ്ട്. പക്ഷെ സിമ്പിൾ ആണ്. എഴുതിക്കോളൂ. ഒരു 7-8 മിനിറ്റ് തരാം. അതിനുള്ളിൽ തീർക്കാവുന്നത്. 2 വായിക്കും.
Yes, Shabina, very good, very good. Yes, okay, ആരംഭിച്ചാലോ എന്നാല് Mehrunisa, are you ready? Yes. Mehrunisa ഇല്ലാന്ന് തോന്നുന്നു. നിദ. അച്ചുമല. അനുമോൾ. മുഴുവനാക്കണമെന്നില്ല, ഉള്ളത് മതി. അനുശാന്തി. യെസ്, അനുശാന്തി. നമുക്കത് ആരംഭിക്കാം. ഞാൻ മലയാളം വായിക്കാം, അനുശാന്തി എഴുതിയേക്കണത് വായിക്കാം. ഓക്കെ? ഓക്കെ. ആദ്യത്തെ വാചകം ഇതാണ്. എന്റെ മകളെ നീ എന്താണ് പറയുന്നത്? Yes. What do you say to my daughter? Yes. What do you say, my daughter? അല്ലെങ്കിൽ my daughter, what do you say? Correct ആണ്. അങ്ങനെ സംശയമുള്ള ചോദിച്ചേക്കട്ടെ. My daughter, what do you say? അല്ലെങ്കിൽ what do you say, my daughter? എന്തുകൊണ്ടാണ് വാട്ട് ആർ യു എന്നല്ല, വാട്ട് ഡു യു സേ, എന്താണ് പറയുന്നത്, പറയുക എന്നില്ലേ. യെസ്. നീ എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മനസ്സിലാക്കാത്തത്? അതിനുള്ള അന്വേഷണത്തിൽ. Why don't you understand us? വെരി ഗുഡ്, വെരി ഗുഡ്. വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് അസ്? വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് അസ്? എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ മനസ്സിലാക്കാത്തത്? പ്രണയത്തിന് ഞങ്ങൾ എതിരല്ല. We are not against the love. Yes, we are not against love. ഞങ്ങൾ പ്രണയത്തിന് എതിരല്ല. We are not against love. Yes. അടുത്ത വരി. പക്ഷേ നിന്റെ സെലക്ഷൻ തെറ്റിപ്പോയി. But your selection is not correct. Yes, but your selection is not correct. But your selection is not correct. Okay, അവിടെ നിൽക്കട്ടെ. ഷാബിന. Yes, sir. അടുത്ത ഞാൻ വായിക്കാം. നീയും നിന്റെ കാമുകനും തമ്മിലുള്ള പ്രായ വ്യത്യാസം നീ പരിഗണിച്ചില്ല. You did not consider the age difference between you and your boyfriend. Very good, very good, very good, very good, very good. Yes, boyfriend എന്ന് പറയാം, അല്ലെങ്കിൽ ലവർ എന്ന് പറയാം, സെയിം ആണ്. You did not consider, നീ പരിഗണിച്ചില്ല. The age difference between you and your lover, അല്ലെങ്കിൽ you and your boyfriend. കാമുകൻ എന്ന് പറയുമ്പോൾ ലവർ എന്ന് പറയും. അടുത്ത വാചകം ഇതാണ്. നിന്റെ കാമുകന് ഒരു സ്ഥിരം ജോലിയുണ്ടോ? Does your boyfriend have a steady job? Yes. അപ്പൊ ആ ഹാവ് എന്നുള്ളത് ഹാസ് എന്നാക്കണം. കാരണം ബോയ് ഫ്രണ്ടും ഒരാളല്ലേ ഉള്ളൂ, ഹാസ് ആക്കിയാൽ മതി. അപ്പൊ നമുക്ക് പറയാം, ഡസ് യുവർ ബോയ്ഫ്രണ്ട് ഹാസ് എ സ്ഥിരം ജോലി എന്നാണ്. സ്ഥിരം ജോലി എന്നുള്ളതിന് പെർമനന്റ് ജോബ് എന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് പറയാം, ഡസ് യുവർ ബോയ്ഫ്രണ്ട് ഹാസ് എ പെർമനന്റ് ജോബ്? സ്ഥിരം ജോലി ഉണ്ടോ? അടുത്തത്, വിവാഹം
ജീവിത അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. Marriage is a relationship that, let's say, lifetime. അത് കൂടെ ഒന്ന് ചെറുതാക്കാം. ആ ആദ്യം നമുക്ക് വിവാഹം ഒരു വിവാഹം അപ്പൊ മാരേജ് ഈസ് എ ലൈഫ് ലോങ്, കുറച്ചുകൂടി ചെറുതാക്കാം, ലൈഫ് ലോങ് റിലേഷൻഷിപ്പ്. അപ്പൊ ചെറുതായില്ലേ, മാരേജ് ഈസ് എ ലൈഫ് ലോങ്, ജീവിത അവസാനം വരെയുള്ള ലൈഫ് ലോങ് റിലേഷൻഷിപ്പ്. യെസ്, ഓക്കെ 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 ഓക്കെ, ചെറുതാക്കി വന്നു. അതുകൊണ്ട് വിവേകപൂർവം പങ്കാളിയെ തിരഞ്ഞെടുക്കണം. So choose your partner wisely. റൈറ്റ്ലി അല്ലെങ്കിൽ കോഷ്യസ്ലി. ഓക്കെ, സോ സെലക്ട് യുവർ പാർട്ട്ണർ കോഷ്യസ്ലി വിത്ത് ഇൻട്രസ്റ്റ്നെസ്. ഓക്കെ ഷാബിന, അടുത്തിട്ട് അടുത്തത് ലക്ഷ്മി മോഹൻ. സർ ഞാൻ അവിടെ വരെ എഴുതിയിട്ടുള്ളൂ. മതി, എത്ര മതി, ബാക്കി നമുക്ക് പറഞ്ഞു പോവാം. സിമ്പിൾ ആയിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം നിന്റെ ജീവിതം നാശത്തിലേക്ക് പോകും. അല്ലാത്ത പക്ഷം otherwise your life will go to ruin. Yes, otherwise your life will go to ruin, അല്ലെങ്കിൽ by a disaster എന്ന് വേണമെങ്കിൽ പറയാം. യെസ്, അല്ലാത്ത പക്ഷം നിന്റെ ജീവിതം നാശത്തിലേക്ക് പോകും. അടുത്തത്, വരുമാനമില്ലാതെ നിനക്കെങ്ങനെ ജീവിക്കാൻ കഴിയും? Why? അല്ല, ഹൗ ഉപയോഗിക്കാം. How you live without salary? Yes, ഓക്കെ ഓക്കെ, അത് നമുക്ക് ഒന്നും കൂടി ഒന്ന് എഡിറ്റ് ചെയ്യാം. കഴിയും എന്നൊരു പേര് വേണ്ടില്ല. അപ്പൊ ഹൗ ക്യാൻ യു ലീവ്, കണ്ട, എങ്ങനെ ജീവിക്കാൻ കഴിയും? ഹൗ ക്യാൻ യു ലീവ് വിത്തൗട്ട്, ഇല്ലാതെ, എന്തില്ലാതെ? സാലറി. സാലറി എന്നുള്ളതിന് പകരം അപ്പോൾ ശമ്പളമാണ്. വരുമാനം, വരുമാനം എന്നുള്ളത് നമുക്ക് ഇൻകം എന്ന് പറയാം. ഇൻകം. യെസ്, അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹൗ ക്യാൻ യു ലീവ് വിത്തൗട്ട് ഇൻകം. ഇൻകം ഇല്ലാതെ എങ്ങനെ നിനക്ക് ജീവിക്കാനായിട്ട് സാധിക്കും? അടുത്ത വാചകം ഇതാണ്, സാമ്പത്തിക ഭദ്രത കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. So സാമ്പത്തിക ഭദ്രത, financial stability is a basement of family life. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഈസ് ദ ബേസിസ് ഓഫ് ഫാമിലി ലൈഫ്. കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നുള്ളത്. ഓക്കെ ലക്ഷ്മി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സൗമ്യ, സൗമ്യ രതീഷ്. യെസ്, അപ്പൊ വീണ്ടും അനുശാന്തിയിലെടുക്കുക. അനുശാന്തി, യെസ്. ഷാബിന. Yes, sir. അപ്പൊ അടുത്തത് നോക്കട്ടെ. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ ആരും സഹായിക്കില്ല. Who will help you in a time of crisis? അപ്പൊ ആര് സഹായിക്കുന്നതായിരിക്കും? നമ്മളിവിടെ ആരും സഹായിക്കില്ല. അപ്പൊ നമുക്ക് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടം നമുക്കെന്ത് പറയാം? ഇൻ ക്രൈസിസ്. ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രതിസന്ധിയാണ്. ഇൻ ക്രൈസിസ് നോബഡി, ആരും തന്നെ വിൽ ഹെൽപ്പ് യു, നിങ്ങളെ സഹായിക്കില്ല. നോബഡി എന്ന് പറയുമ്പോൾ നെഗറ്റീവായി. നോബഡി വിൽ ഹെൽപ്പ് യു, ആരും നിങ്ങളെ സഹായിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ മറിച്ചും പറയാമുള്ളത്,
Nobody will help you in the crisis. പ്രതിസന്ധികളിൽ നിങ്ങളെ ആരും സഹായിക്കില്ല. നിന്റെ മാതാപിതാക്കൾ എന്ന നിലക്ക് ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല. As your parents, you cannot stand it. അത്രമേ കറക്റ്റ് ആണ്. ആസ് യുവർ പാരന്റ്സ് എന്ന് പറയുമ്പോൾ നിന്റെ മാതാപിതാക്കന്മാർ എന്ന നിലക്ക് അത്രമേ ഓക്കെ. ആസ് യുവർ പാരന്റ്സ്, നിന്റെ മാതാപിതാക്കന്മാർ എന്ന നിലക്ക് ഞങ്ങൾക്ക് കഴിയില്ല. We cannot സഹിക്കുക, bear അല്ലെങ്കിൽ സഫർ എന്ന് പറയും. We cannot bear it, we cannot suffer it. Yes. അതുകൊണ്ട് നീ അച്ഛനെ അനുസരിക്കണം. So you must obey your father. Yes. So you must obey your father. അല്ലെങ്കിൽ you should obey your father. നിന്റെ അച്ഛനെ അനുസരിക്കണം. യെസ്. നീ ഞങ്ങളുടെ ഒരേ ഒരു മകളാണ്. You are our only daughter. Yes. You are our only daughter. Yes. അത് മറക്കരുത്. Don't forget that. Don't forget that. Very good, very good, very good. Yes. അപ്പോൾ നോക്കി ഒരു അര പേജോളം ട്രാൻസ്ലേറ്റ് ചെയ്തില്ലേ? അര പേജ് ഉണ്ടാവൂല്ലേ ഷാബിന? യെസ്. ഓക്കെ. യെസ്. അപ്പോ ഇതേപോലെ നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് വേറെ ഒന്ന് നോക്കാം. ഓക്കെ. യെസ്. യെസ്. അപ്പൊ നമ്മള് എൻ വെച്ച് തുടങ്ങുന്ന കുറച്ച് ചോദ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കിന്റെ ഓർമ്മ എൻ വെച്ച് തുടങ്ങുന്നത്. അപ്പൊ അതില് 1-2 ബാലൻസ് ഉണ്ട്. ആ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കണേ. എൻ ആണ് ഫസ്റ്റ് ലെറ്റർ, എന്നിൽ തുടങ്ങുന്നത്. ആദ്യത്തെ ചോദ്യം ചോദിച്ചാണെങ്കിൽ ക്ഷമിച്ചേക്കാം, എന്നിട്ട് നമുക്ക് തോന്നാം. എ ബേർഡ് വിത്ത് a sweet voice. അപ്പൊ ചോദിച്ചല്ല. A bird with no ചോദിച്ചതാ. ചോദിച്ചതാണ്. ഓക്കെ. വെരി ഗുഡ്. യെസ്. അടുത്തത് an unpleasant dream. An unpleasant dream. അതിന്റെ ഒരു വണ്ണം വരുന്നത് എന്നിൽ തുടങ്ങി. An unpleasant dream. Yes, Shabina, correct answer. Yes, correct answer ആണ്. പറയാറില്ല. The answer is nightmare. Yes. അടുത്തത് a very famous waterfall. എന്നിൽ തുടങ്ങുന്ന ലെറ്ററിലുള്ള ഒരു വാട്ടർഫാൾ ഉണ്ട് ലോകത്തൊക്കെ. ഇൻ ദ വേൾഡ് ആണ് a very famous waterfall. Yes. അനുമോൾ ഷാബിന നിദ. Yes, correct answer ആണ്. The famous waterfall, that is Niagara. അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ് അഡിക്ഷൻ എന്ന് പറയുന്നത്
എന്റെ adjective ആണ് ADDICTIV. An addictive substance found in tobacco. An addictive substance found in tobacco. Animal. Yes. Soumya. Shabina. Animal. Soumya and Shabina. Correct answer. The answer is nicotine. Nicotine. Correct answer. A person skilled, SKILLED, skilled in ancient Japanese martial art. A person skilled in ancient Japanese martial art. Yes, Shabina. Shabina is അവിടെ കിട്ടി അറിയാമായിരുന്നത് നേരത്തെ. ഞാനിത് ആരും പറയുമെന്ന് വിചാരിച്ചു. Okay. Shabina is the correct answer. Shabina മാത്രമേ ഉള്ളൂ. Yes. Next question. Simple. The biggest two-digit number. The biggest two-digit number. Shabina. Yes. Shabina മാത്രമേ ഉള്ളൂ. Yes, correct answer ആണ്. The number is 99. Yes, very good. Next question. A word, 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 to represent zero, zero score, SCOR, zero score in some game. A word to represent zero score in some games. A word to represent zero score in some game. Yes, simple അല്ലേ? സീറോ എന്നർത്ഥം വരുന്ന അപേക്ഷകൾ പൂരിപ്പിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുണ്ട്. ഇല്ല എന്ന് വാദം. യെസ്, അനുമോൾ കെ എ. കറക്റ്റ് ആണ്. നിൽ എന്നാണ് പറയാറ്. യെസ്, അപ്പൊ സീറോ എന്നുള്ളതിന്റെ വേറൊരു പേരാണ് നിൽ, ഇല്ല എന്നുള്ളത്. അടുത്ത് the daughter, DAUGHT, a daughter of your brother or sister. The daughter of your brother or sister. Animal. Yes,
കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് എ വീഡിയോ ഗെയിം കമ്പനി. എ വീഡിയോ ഗെയിം കമ്പനി എന്നിൽ തുടങ്ങുന്ന പേരുള്ള ഒരു കമ്പനി. എ വീഡിയോ ഗെയിം കമ്പനി. A video game company. Yes. Yes, Animal. Very good, very good, very good. Animal ku evidence kittiyathu? Pinne aarum parayilla viyache. Yes. Nida. Okay. Yes. Correct answer. Correct answer. Understood. And unofficial name. And unofficial name by which a person is known. 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 Lakshmi, Shabina, Nida. Lakshmi ആയിട്ട് വന്നിട്ടില്ല അല്ലേ? ലക്ഷ്മി, ഷാബിന, നിത. കറക്റ്റ് ആൻസർ ആണ്. നിക്നെയിം. നിക്നെയിം. അടുത്തത് the longest river in the world. The longest river in the world. Shabina, Soumya, anyone? Shabina, Soumya, anyone? Yes. അടുത്ത ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ജെ എന്നാണ്. ജെ. രണ്ടാമത്തെ ലെറ്റർ എ എന്നാണ്. എ. ജെ എ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാം. ജെ എ. എല്ലാത്തിന്റെയും ആൻസറിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജെ എ. അടുത്തത് ചോദ്യം ഇതാണ്. എ പ്ലേയിങ് കാർഡ്. PLAYING. Playing card ranking next below a queen. A playing card ranking next below a queen. പ്ലേയിങ് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ചീട്ട് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ ഷാബിന, കറക്റ്റ് ആൻസർ. ഷാബിന, നിത, സൗമ്യ. ഷാബിന, നിത, സൗമ്യ. ജാക്ക് ആണ്. ജാക്ക്. കറക്റ്റ് ആൻസർ. അടുത്തത് എ പ്ലേസ് ഫോർ ദി confinement of people accused or convicted of a crime. A place for the confinement of the people accused or convicted of a crime. Yes, anyone?
നിത, ഷാബിന. അനുമോൾ, നിത, ഷാബിന. അടുത്തത് a disciple of Jesus. A disciple of Jesus. Jesus means Jesus Christ. ജയിൽ തുടങ്ങുന്ന പേരുള്ള ഡിസൈപ്പിൾ. A disciple of Jesus. ജോൺ. ജെ എ അല്ലപ്പ, ജെ കഴിഞ്ഞിട്ട് എ പറ്റൂല. ജോൺ ഉണ്ട്. ഓക്കെ ഷാബിന, കറക്റ്റ് ആൻസർ. ഷാബിന മാത്രമേ ഉള്ളൂ. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നിത ഉണ്ട് അല്ലെ? നിത, യെസ്, കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് ജെയിംസ് ആണ്, ജെയിംസ്. അടുത്തത് A hard, hard, typically green stone. A hard, typically green stone used for ornaments. A hard, typically green stone used for ornaments. A hard, typically green stone. Yes, Shabina, Anmol. Yes, correct answer, correct answer. Very good, very good, very good, very good. அடுத்தது, a country known as KNWN, known as the land of rising sun, SUN. A country which is known as the land of rising sun. Yes, Shabina, Anumol, Nida. Shabina, Anumol, Nida. Correct answer. The answer is Japan. Japan ആണ് റൈസിംഗ് സൺ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യം, ലാൻഡ് ഓഫ് റൈസിംഗ് സൺ. യെസ്, അവിടെ നിൽക്കട്ടെ, ഞാൻ എന്റെ പോയിന്റുകൾ പറയാം. യെസ്, ലക്ഷ്മി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സൗമ്യ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നിത 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നിനക്ക് 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അനുമോൾക്ക് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 9 പോയിന്റ് സെക്കൻഡ് പ്ലേസ് ഉറപ്പിച്ചിട്ടുണ്ട്. ഷാബിന വ്യക്തമായ മാർജിൻ ഉണ്ട്. 12 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 12 പോയിന്റ്. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പോ we will meet in the next class with a പുതിയ ട്രാൻസ്ലേഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. Thank you, sir. ഓക്കെ.